ലോകത്തെ ഏറ്റവും ബെസ്റ്റ് മോർണിംഗ് റുട്ടീൻ ഏതാന്ന് നിങ്ങൾക്കറിയോ? അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ മോർണിംഗ് റുട്ടീൻ എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ മോർണിംഗ് റുട്ടീൻ ചെയ്യാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു പേപ്പറും പേനയും എടുക്കുക, ഇരുന്ന് എഴുതുക. നിങ്ങൾക്ക് രാവിലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് എഴുതുന്നു, അത് അതുപടി ഇങ്ങനെ ചെയ്തു പോകുന്നു, അത് റുട്ടീനാക്കുന്നു. ഈ മോർണിംഗ് റുട്ടീനിൽ എന്തൊക്കെ ഉൾപ്പെടുത്താന്ന് ചോദിച്ചാൽ അതും സിമ്പിളാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ എഴുതുക, ചെയ്യുക. ഏതാണ് ഏറ്റവും ബെസ്റ്റ് മോർണിംഗ് റുട്ടീൻ എന്ന് നമ്മൾ അന്വേഷിച്ചിറങ്ങിയാലേ ആകെ കൺഫ്യൂസ്ഡ് ആവും. പല മോർണിംഗ് റുട്ടീൻസ് നമുക്ക് കിട്ടും. ഇതൊക്കെ ശരിയാണെന്ന് പറയുന്ന ആർട്ടിക്കിൾസും കാര്യങ്ങളും അതും കിട്ടും നമുക്ക്. അവസാനം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചൊക്കെ പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു ലോകത്തെ ബെസ്റ്റ് മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്ന ഒരു റുട്ടീൻ ഉണ്ട്, മോർണിംഗ് റുട്ടീൻ. അതാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. സംഗതി വലിയ പുതുമയൊന്നുമില്ല, പല ആളുകൾ പറഞ്ഞതൊക്കെ തന്നെയാവും. പക്ഷെ ന്യൂ ഇയർ ആയിട്ടേ നിങ്ങളൊക്കെ എന്നാണ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാലേ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവും. അതെന്താന്ന് പറഞ്ഞാൽ ഈ മോർണിംഗ് റുട്ടീൻ്റെ പ്രത്യേകത മാറ്റം ഉള്ളിൽ നിന്ന് കൊണ്ടുവരും, സബ് കോൺഷ്യസ്ലി മാറ്റങ്ങൾ കൊണ്ടുവരും. അതുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഈ മോർണിംഗ് റുട്ടീന് ആകെ ഒരു മണിക്കൂർ സമയം മതി. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള 1 മണിക്കൂർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രാവിലത്തെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ജസ്റ്റ് കാമായിരിക്കുക, വെറുതെ കാമായിരിക്കുക. പ്രാർത്ഥിക്കുക എന്നൊക്കെ ഉള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാം, മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ള ആളുകൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. കാമായിരിക്കുക, ജസ്റ്റ് ബ്രീത്തിനെ ഒബ്സേർവ് ചെയ്യുക, ജസ്റ്റ് ഇരിക്കുക. എൻ്റെ ഒരു അനുഭവത്തെ ഞാൻ പറയട്ടെ. രാവിലെ എഴുന്നേറ്റ ഉടനെ സാധാരണ ഫോൺ നോക്കും ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും കേട്ടോ. അതിലങ്ങനെ പോകും, അടുത്ത ആക്ടിവിറ്റീസ് അങ്ങനെ പോയി വൈകുന്നേരം ആവും. എന്നൊരു 10 to 15 മിനിറ്റ് രാവിലത്തെ നമ്മൾ കാമായിരിക്കുമ്പോഴേ, ഇനിയിപ്പോൾ മെഡിറ്റേഷൻ ചെയ്താൽ പോലും നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേ പല ചിന്തകൾ വരും. ആ ചിന്തകൾ ഒരു അനുഗ്രഹമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ബലഹീനതകൾ, നമ്മൾ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ അത്ര പോരാ, നമ്മൾ ചെയ്ത ചില മിസ്റ്റേക്സ്, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ എയിമിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം കാരണം നമ്മൾ അവിടെ എത്തുന്നില്ല. അപ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാം, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമല്ലോ. ഈ 15 മിനിറ്റിൽ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ നിന്ന് കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. 15 മിനിറ്റ്. ഇനി പ്രാർത്ഥിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊന്ന് കാമാക്കണം എന്നുള്ളതാണ്. മനസ്സിങ്ങനെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക, അത് ചെയ്യണം ഇത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണത്. അതിനൊന്ന് കാമാക്കുമ്പോണ്ടല്ലോ നമുക്ക് ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കിട്ടും. സോ നമ്മുടെ മോർണിംഗ് റുട്ടീനിലെ രണ്ടാമത്തെ കാര്യം, പേനയും പേപ്പറും എടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പ്രസന്റ് ടെൻസിൽ നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങളുടെ ഹെൽത്ത് കുറച്ചുകൂടി ബെറ്റർ ആവണോ, ഐ ആം ഹെൽത്തി. നിങ്ങൾക്ക് കുറച്ച് പണം വേണോ, റിച്ച് ആവണോ, ഐ ആം റിച്ച്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ, ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ. ഇതൊക്കെ എഴുതുക. ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾ എഴുതുക ഒരു ഡയറിയിൽ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ മോർണിംഗ് റുട്ടീനിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമ്മൾ വെറുതെ ഇരുന്നതിന് ശേഷം, കാമായിരുന്നു, സൈലൻസിൽ ഇരുന്നതിന് ശേഷം ഈ ഡയറി എടുത്തിട്ട് ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ഫീല് ചെയ്ത്, പ്രസന്റ് ടെൻസിൽ ഫീല് ചെയ്ത് വായിക്കുക. കണ്ണാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ പറയുകയും ചെയ്യാം. എന്നിട്ട് നിങ്ങളെയൊക്കെ നോക്കാം, ആ ഫീൽ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടാമത്തെ റുട്ടീൻ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ തന്നെ മൂന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഐ ആം ഹെൽത്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങൾ മലയൊക്കെ കൂളായിട്ടാണ് കയറുന്നു, ഇങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യുക, ആ ഒരു ഫീൽ എൻജോയ് ചെയ്യുക. ഐ ആം റിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, നിങ്ങളെങ്ങനെ നടക്കുന്നു, നിങ്ങളുടെ കോൺഫിഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഈ 10 എഴുതി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മോർണിംഗ് റുട്ടീനിലെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ആണ്, സ്ട്രെച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അത് ചെയ്യാം. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഈ കഥകൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാളൊക്കെ ബെറ്റർ നോൺ ഫിക്ഷൻ വായിക്കാനാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ എക്സ്പീരിയൻസിൽ. എന്നാൽ ചില ആളുകൾക്ക് ഈ കഥകളിലൂടെയൊക്കെ വായിച്ചു പോകുമ്പോൾ, ഇപ്പം ഞാൻ നോൺ ഫിക്ഷൻ വായിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവായിട്ട് പല ലെസൺസും കിട്ടും, കുറച്ചും കൂടി ഇമോഷണലായിട്ട് കിട്ടും. എനിക്കത് കിട്ടില്ല. സോ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് നോൺ ഫിക്ഷനാണ് ഇഷ്ടം. സോ നോൺ ഫിക്ഷൻ വായിക്കുമ്പോഴാണ് ഈ ടൈം കുറേ ഈ കഥയൊക്കെ വായിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ലെസൺ കിട്ടി അങ്ങനെ പോകുന്നതിനേക്കാളും എളുപ്പത്തിൽ ഈ സംഗതികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ നോൺ ഫിക്ഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് വായിക്കുക. റീഡിങ് മസ്റ്റായിട്ട് ഉൾപ്പെടുത്തുക. റീഡിങ് കഴിഞ്ഞു, ഇനി എഴുത്താണ്. എന്താ എഴുതുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു 10 ഗോൾസ് ഉണ്ടല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ അഫർമേഷൻസ് പറഞ്ഞ പോലെ അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഗോൾസ് ഉണ്ടാവും, ഇത് എന്നുള്ളതൊക്കെ. ആ ഗോൾസിനെ കുറിച്ചൊക്കെ എഴുതുക നിങ്ങൾ. അത് സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കും, അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇതൊക്കെ
ഇതൊക്കെ ആ ഫീല് നിങ്ങൾക്ക് നൽകുകയും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് റീപ്രോഗ്രാം ചെയ്യപ്പെടുകയും ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അവസാനമായിട്ട് ബെസ്റ്റ് മോർണിംഗ് റൂട്ടീനിലെ സ്റ്റെപ്സ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് സൈലൻസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അതിനുശേഷം അഫർമേഷൻ, അതിനുശേഷം വിഷ്വലൈസേഷൻ, അതിനുശേഷം എക്സസൈസ്, അതിനുശേഷം റീഡിങ്, അതിനുശേഷം റൈറ്റിംഗ്. ഇതൊക്കെ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടേ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ തീർത്തിട്ട് നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുക, നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ഒരു റുട്ടീൻ ഉണ്ടല്ലോ, കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് റുട്ടീൻ എന്നാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് പേര് ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. സബ് കോൺഷ്യസ്ലി റീപ്രോഗ്രാം ചെയ്യപ്പെടുന്നൊക്കെയാണ് പറയുന്നത്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി ഇതൊക്കെ ഒന്ന് ചെയ്യാം. 1 മണിക്കൂർ സമയമുള്ളൂ. അത് ചെയ്തിട്ട് നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. പക്ഷെ ഇത് ചെയ്താലേ ഗ്യാരണ്ടിയാണ് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവും. അപ്പൊ റീഡ് ചെയ്യാൻ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഡെയിലി ഒരു പേജ് വായിച്ച 1 വർഷം കൊണ്ട് നമ്മൾ 365, 366 പേജ് വായിച്ചില്ലേ. 1-2 ബുക്കൊക്കെ നമുക്ക് കൂളായിട്ട് തീർക്കാൻ പറ്റും. സോ ആലോചിച്ച് നോക്കൂ എത്ര മാറ്റം വരും എന്നുള്ളത്. ജസ്റ്റ് റീഡിങ് വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ട്രൈ ചെയ്ത് നോക്കൂ. എസ് മി എം കെ ജി ദേവ്.